ന ചെയ്തത് വിദ്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കതരത് ന ഗരീയഃ ഏതത് ന വിദ്മഃ യദ്വാ ജയേമ യദിവാ നോ ജയേയുഃ. യദ്വാ ജയേമ യദ്വാ വയം ജയേമ, ഞങ്ങൾ ജയിക്കുമോ? അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇവരെ ജയിക്കുമോ? യദിവാ മറിച്ച് തേ അവർ നഹ ജയേഹു ഞങ്ങളെ ജയിക്കുമോ? അസ്മാകം നഹ ജയേഹു ഞങ്ങളെ ജയിക്കുമോ? ഞങ്ങൾ അവർ ജയിക്കുമോ അതോ അവർ ഞങ്ങളെ പരാജയപ്പെടുത്തുമോ? അത് നിശ്ചയമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, യുദ്ധത്തെ സംബന്ധിച്ച് എനിക്ക് യാതൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല. കതരന്ന ഗരീയഃ, എന്നെ സംബന്ധിച്ച് ഏതാണ് നല്ലത്, ഗരീയമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്? ഏതച്ച ന വിദ്മഃ, ഇതും എനിക്കറിയാൻ വയ്യ. എന്താണ്, യുദ്ധം ചെയ്യണമോ അതോ ഭൈക്ഷം സ്വീകരിക്കണമോ? ഭിക്ഷാന്നം സ്വീകരിച്ചാൽ, അതായത് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഹിംസയെ ഒഴിവാക്കാം. അർജുനൻ യുദ്ധത്തിൽ കാണുന്ന ഒരു ദോഷം ഹിംസയാണ്. ഹിംസാദുഷ്ടമാണ് യുദ്ധം. അങ്ങനെ ദുഷ്ടമായൊരു കർമ്മത്തെ ചെയ്യുന്നത് ധർമ്മമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിയുന്നതാണോ നല്ലത് അതോ യുദ്ധം ചെയ്യുന്നതാണോ? ഏതാണ് ശ്രേഷ്ഠമെന്ന് എനിക്ക് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. യാൻ ഹത്വാ ന ജിജീവിഷാമ ഏവ, ആരെ കൊന്നിട്ടാണോ, ന ജിജീവിഷാമ ഏവ ജീവിക്കാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കാത്തത്, തേ ധാർത്തരാഷ്ട്രാഹ ആ ധാർത്തരാഷ്ട്രന്മാർ, സഹോദരന്മാർ, ദുര്യോധനാദികൾ, പ്രമുഖ അവസ്ഥിതാഹ അവർ നേരെ നിൽക്കുന്നു. അവരെ കൊന്നിട്ട് ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹമില്ല. അങ്ങനെയുള്ള അവർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തവരാണെങ്കിലും അവരെ കൊന്നിട്ട് രാജ്യം നേടി ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹമില്ല. കാരണം അവർ സഹോദരന്മാരാണ്. അങ്ങനെയുള്ളവർ നേരെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് യുദ്ധത്തിൽ എന്ത് സംഭവിക്കാം? അവര് ചിലപ്പോൾ കൊല്ലാം, അല്ലെങ്കിൽ അവരെ കൊല്ലാം. ഇതെല്ലാം അർജുനൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ഹൃദയ ദൗർബല്യം കൊണ്ടാണ്. മനസ്സ് കലങ്ങിയിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരാൾ പറയുന്ന ധർമ്മബോധനമാണ്, ധർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പം മനസ്സിന് സ്ഥിരതയില്ലാതെ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അവരെ കൊന്നിട്ട് രാജ്യം ആവശ്യമില്ല, മുമ്പും പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏതാണ് ശരി എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. യുദ്ധം ചെയ്യണമോ വേണ്ടയോ? ന ചെയ്തത് വിദ്മഃ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ ഏവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കാർപണ്യദോഷോപഹതസ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം. അടുത്ത അർജുനൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്?
കാർപ്പണ്യദോഷോപഹത സ്വഭാവ. കാർപ്പണ്യദോഷം, കൃപണത, അതാണ് കാർപ്പണ്യദോഷം. അർജുനന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദൈന്യഭാവം. കാർപ്പണ്യം എന്ന് പറയുന്ന ശബ്ദത്തിന് ദീനത, ദൈന്യം എന്നർത്ഥമുണ്ട്. അജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്. വ്യാഖ്യാനങ്ങളിൽ പറയും. ശ്രുതി യോവ ഏതക്ഷരം അവിദിത്വ അസ്മാത് ലോകാത് പ്രൈതി സകൃപണ. വേദം പറയുന്നതാണ്, ഈ അക്ഷരത്തെ പരമാത്മാവിനെ അറിയാതെ ആരാണോ ഈ ലോകം വിട്ടുപോകും അവൻ കൃപണനാണ് എന്ന് പറയും. കൃപണന്റെ ഭാവം കാർപ്പണ്യം, അജ്ഞാനം, അങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ ഇപ്പം മുഖ്യമായി അർജുനൻ തന്നെ പറയാണ് കാർപ്പണ്യദോഷം. ഈ ദീനത കൊണ്ട് ഉപഹത സ്വഭാവം എന്ന് പറയുന്നത് മനസ്സിന്റെ പര്യായമാണ്. ചിത്തം, എന്റെ സ്വഭാവം, എന്റെ ചിത്തം ഉപഹതമായിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. ഇവിടെ അർജുനന് തന്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെട്ടു, സ്വയം ബോധ്യപ്പെട്ടിട്ട് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അടുത്ത ഭഗവാനോട് തന്നെ ഉപദേശിക്കാൻ ആവശ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭത്തിൽ ആർക്കും സ്വയം ബോധമുണ്ടാകാറില്ല. തന്റെ നാശത്തെക്കുറിച്ച്, താൻ നശിക്കുന്നതിനെക്കുറിച്ച് സാധാരണഗതിയിൽ ഒരാൾക്ക് ബോധമുണ്ടാകാറില്ല, നശിച്ചാലും. അർജുനനെ സംബന്ധിച്ചുള്ള പ്രത്യേകത ഏതാണ്? എന്തുകൊണ്ട് അർജുനനെ കുറിച്ച് പറയും ഗുഡാകേശനാണ്, ജിതേന്ദ്രിയനാണ്, വിവേകിയാണ്, പരന്തപനാണ്. അങ്ങനെ അർജുനന് ധാരാളം വിശേഷങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്റെ തപസ്സിന്റെ, ധർമ്മബോധത്തിന്റെ എല്ലാം പ്രഭാവം കൊണ്ട് അർജുനൻ മനസ്സിലായി താനിപ്പോൾ ആപത്തിലാണ്. അത് സ്വയം ഏറ്റുപറയുകയാണ് കാർപ്പണ്യദോഷോപഹത സ്വഭാവ. ധർമ്മ സമ്മൂഢചേതാഹ, ധർമ്മത്തിൽ സമ്മൂഢമായ മോഹിതമായ ചേതസ് മനസ്സോടുകൂടിയവനാണ് ഞാൻ. എന്നുവെച്ചാൽ ധർമ്മത്തെ എനിക്ക് ശരിക്കും സ്മരിക്കാൻ കഴിയുന്നില്ല. ധർമ്മസ്മൃതി അത് നഷ്ടപ്പെട്ടു പോയി. ഭഗവാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടു തരത്തിൽ ഉള്ള ധർമ്മത്തെ ഉപദേശിച്ചു, പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ധർമ്മവും ഓർക്കാൻ കഴിയുന്നില്ല. എന്താണ് ശരിയായ പ്രവൃത്തി ധർമ്മം, അത് ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. എന്താണ് ശരിയായിട്ടുള്ള നിവൃത്തി ധർമ്മം, അത് ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് സന്യാസത്തിന് തയ്യാറാകുന്നത്. അപ്പോൾ ഈ ധർമ്മവിസ്മൃതി ഇത് സംഭവിച്ചിരിക്കുന്നു. ഗീത ഉപദേശം കൊണ്ട് അർജുനന് പ്രധാനമായും സംഭവിക്കുന്ന എന്താണ്? ഈ ധർമ്മസ്മൃതിയാണ്. അതാണ് അവസാനം പറയുന്നത്, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ തത്പ്രസാദാത് മയാച്യുത. നിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ഈ മോഹം നഷ്ടപ്പെട്ടു. കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് പറയുന്ന ഈ ചിത്തനാശം അത് മാറി. സ്മൃതിർലബ്ധ്വ, ധർമ്മസ്മൃതി ഉണ്ടായി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സന്യാസമാണോ അതോ കർമ്മയോഗമാണോ? അതുണ്ടായി. അത് നഷ്ടപ്പെട്ടതിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അത് അർജുനന് വീണ്ടും കിട്ടിയെന്നാണ് അവസാനം അർജുനൻ തന്നെ സമ്മതിക്കുന്നത്. അത് വീണ്ടും കിട്ടാനുള്ള കാരണം എന്താണ്? അർജുനൻ സ്വയം ബോധ്യമായി താനിപ്പോ ദീനാവസ്ഥയിലാണ്. ഇത്തരം മനസ്സിന് ആശയക്കുഴപ്പം വന്ന് മാനസികമായി തകരുന്ന സാധാരണ ജീവന്മാർക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകാറില്ല. താൻ നശിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ബോധം ഉണ്ടാകാത്തിടത്തോളം കാലം അവർ ആധ്യാത്മിക മാർഗത്തിൽ അധികാരികളാകുന്നില്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നവരാണ് ആത്മീയ മാർഗത്തിലേക്ക് തിരിയുന്നത്. ഈ തരത്തിലുള്ള ധർമ്മച്യുതി എല്ലാ ജീവന്മാർക്കും സംഭവിക്കാറുണ്ട്. അങ്ങനെ ധർമ്മച്യുതി സംഭവിക്കുന്നവർ ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിയാറില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകാത്തതുകൊണ്ട്. ഇവിടെ അർജുനൻ അങ്ങനെ ഒരു ബോധം ഉണ്ടായതുകൊണ്ട് അർജുനൻ അടുത്ത് ചോദിക്കുന്നു, യത് ശ്രേയസ്യാത് തത് മേ നിശ്ചിതം ബ്രൂഹി. യത് ശ്രേയസ്യാത്, ഏതാണ് ശ്രേഷ്ഠം? കർമാനുഷ്ഠാനമാണോ കർമ്മത്യാഗമാണോ? ഇത് രണ്ടുമാണ് അർജുനന്റെ മുമ്പിലുള്ള ചോദ്യം. അർജുനയുടെ ആത്മാവ് ഏകമാണോ അനേകമാണോ നിത്യമാണോ ഈശ്വരൻ എന്താണ്? അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ധർമ്മം എന്താണെന്ന് എനിക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല. യത് ശ്രേയസ്യ, എന്താണ് എന്റെ ധർമ്മം?
അല്ലെങ്കിൽ എന്താണ് എന്റെ കർത്തവ്യം, അത് നിശ്ചിതം ബ്രൂഹി, അത് വ്യക്തമായി പറയണം. ഇന്നതാണ് നീ ചെയ്യേണ്ടതെന്ന്. ധർമ്മത്തെക്കുറിച്ചൊരു പ്രസംഗം നടത്തിയാലും പോരാ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ വ്യക്തമായി പറയണം എന്നാണ് ആവശ്യപ്പെടുന്നത്. യശ്രേയസ്യ മേ തത് നിശ്ചിതം ബ്രൂഹി, അത് നിശ്ചയിച്ച് പറയണം. കർമ്മത്യാഗമാണോ അതോ കർമാനുഷ്ഠാനമാണോ? ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ചോദ്യം. അത് അവസാനം നിശ്ചയിച്ച് തന്നെ അർജുനനോട് പറയുന്നു, എന്താണ്, നീ കർമ്മം തന്നെ അനുഷ്ഠിക്കണം, കർമ്മത്യാഗമല്ല നിന്റെ മാർഗം. എന്നിട്ട് താൻ ആ ഉപദേശ സ്വീകരണത്തിന് സന്നദ്ധനാണ് എന്നുള്ളത് വ്യക്തമായി പറയുന്നു. അഹം തേ ശിഷ്യ. ഇപ്പോഴാണ്. ഇതുവരെ അർജുനൻ ഭഗവാന്റെ സുഹൃത്തായിരുന്നു. ഭഗവാന്റെ മഹത്വമെല്ലാം അർജുനൻ അറിയാമായിരുന്നെങ്കിലും അത് വിസ്മരിച്ചുകൊണ്ടിരുന്നു. അങ്ങേയറ്റം ഒരു സുഹൃത്തായി കരുതിയുള്ളൂ. സഖേതി മത്വ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ കേശവ, ഇങ്ങനെയെല്ലാം വിളിച്ചിരുന്നത്. അവസാനം പറയും വിശ്വരൂപ ദർശനം കണ്ടതിന് ശേഷം, ഞാൻ വാസ്തവത്തിൽ എന്റെ വെറും ഒരു സഖാവായിട്ടേ അങ്ങേ കരുതിയിട്ടുള്ളൂ. അങ്ങനെ കരുതിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹേ കൃഷ്ണ ഹേ കേശവ ഇങ്ങനെയെല്ലാം വിളിച്ചിരുന്നു, ഇങ്ങനെയെല്ലാം സംബോധന ചെയ്തിരുന്നു, സമനായിട്ട് കരുതിക്കൊണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങ് ശ്രേഷ്ഠനാണ്. ഈ സമയത്തും ഇങ്ങനെ തന്റെ മനസ്സ് ഇങ്ങനെ തകർന്ന ഈ സമയത്തിനും അർജുനന് ബോധം വന്നെന്താണ്, ഈ നിൽക്കുന്ന ആള് സാധാരണക്കാരനല്ല, അതുകൊണ്ടാണ് ശിഷ്യനാകുന്നത്. അപ്പോൾ ഒരുവന്റെ മനസ്സ് തകർന്നു, ധർമ്മബോധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ ഗുരുവിനെ പ്രാപിക്കുന്നു. അവിടെ എങ്ങനെ ശിഷ്യഭാവത്തിൽ, ശിഷ്യൻ ശാസിതും യോഗ്യ അർഹ, ശാസിക്കുന്നതിന് ഉപദേശിക്കുന്നതിന് അർഹനായവനാണ് ശിഷ്യൻ. ആ ഉപദേശത്തിനുള്ള അർഹതയെ അർജുനൻ സ്വയം തന്നെ വെളിപ്പെടുത്തുകയാണ്. അടുത്ത് എങ്ങനെ, ശാധി മാം ത്വാം പ്രപന്നം മാം ശാധി, ത്വാം പ്രപന്നം നിന്നെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. ആ പൂർണ്ണമായ ശരണാഗതി ഇവിടെ അർജുനൻ പ്രകടിപ്പിക്കുകയാണ്. അനന്യശരണത്വം. ഈ സമയത്ത് എനിക്ക് മറ്റാരെയും ആശ്രയിക്കാൻ നിവൃത്തിയില്ല. അർജുനനും ശരിയായ ശാസ്ത്രബോധവും ധർമ്മബോധവും ഒക്കെ ഉള്ള ആളാണ്. എല്ലാ ശാസ്ത്രങ്ങളും, ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം തുടങ്ങി സർവ്വശാസ്ത്രങ്ങളും അധ്യയനം ചെയ്ത് ശരിയായ ധർമ്മബോധമുള്ളവനാണ്. അങ്ങനെ ഉള്ളവനാണെങ്കിലും ഈ വിഷമേ സമുപസ്ഥിതി, ഭഗവാൻ പറഞ്ഞതുപോലെ ഒരു വിഷമ സന്ദർഭം വന്നപ്പോൾ അതെല്ലാം മറന്നുപോയി, വിസ്മൃതി സംഭവിച്ചു. ഈ സമയത്ത് ഇനി അതൊന്നും രക്ഷിക്കത്തില്ല, ശാസ്ത്രത്തിന് രക്ഷിക്കാൻ കഴിയത്തില്ല, മറ്റാചാര്യന്മാർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല. അത് അർജുനന് ബോധ്യമായി. അതുകൊണ്ട് പറയുന്നു ത്വാം പ്രപന്നം. ഇതാണ് ഗുരുപസത്തി. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ വിവേകിയായ ഒരുത്തനും വിവേകം നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ പിന്നെ മറ്റാരെയും ആശ്രയിക്കാൻ നിവൃത്തിയില്ല, ഗുരുവിനെ തന്നെ ആശ്രയിക്കുന്നു. ഇതാണ് ഗുരുപസത്തി എന്ന് ഉപനിഷത്തിൽ പറയുന്നു. ഈശ്വരനെ തന്നെ ഇവിടെ ഗുരുവായി ആശ്രയിക്കുന്നു. ത്വാം പ്രപന്നം, അനന്യശരണനായി മറ്റൊന്നിനെയും ആശ്രയിക്കാതെ തന്റെ ബുദ്ധിയെ, തന്റെ വിവേകത്തെ, തന്റെ പാണ്ഡിത്യത്തെ, തന്റെ ശാസ്ത്രബോധത്തെ, ധർമ്മബോധത്തെ എല്ലാത്തിനും ഉപേക്ഷിച്ച് ഗുരുവിനെ തന്നെ പരമമായി ആശ്രയിക്കുക. ഗുരു എന്ത് നിർദ്ദേശിക്കുന്നു അത് സ്വീകരിക്കാൻ തയ്യാറായി. അവിടെ തന്റെ വിവേകത്തിനോ തന്റെ ബുദ്ധിക്കോ ഒന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അതെല്ലാം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം നഷ്ടപ്പെട്ടു. അസാമാന്യമായ, അസാധാരണമായ പല വിശേഷ ഗുണങ്ങളുമുള്ള ആളാണ് അർജുനൻ. അർജുനെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. അങ്ങനെയുള്ള അർജുനനും
താൻ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഈ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ ഇവിടെ ആത്മസമർപ്പണം ചെയ്യുകയാണ്. ത്വാം പ്രപന്നം. അപ്പോൾ ശിഷ്യൻ ഗുരുവിന് ആത്മസമർപ്പണം ചെയ്യുന്നു. ആ ആത്മസമർപ്പണത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായ അഹന്താത്യാഗം. ഞാൻ എന്നുള്ള ബോധത്തോടുകൂടി, തന്റേത് എന്നുള്ള ബോധത്തോടുകൂടി ഇതുവരെ എന്തെല്ലാം ചിന്തിച്ചോ പ്രവർത്തിച്ചോ അതെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കി തന്നെ സ്വയം ഗുരുവിന് സമർപ്പിക്കുക. അങ്ങനെ ഒരു പൂർണ്ണമായ സമർപ്പണം അർജുനനിൽ നിന്നും സ്വയം വന്നു. അത്തരമൊരു സമർപ്പണം സാധാരണ ഒരുവനിൽ നിന്ന് വരത്തില്ല. അർജുനനിൽ നിന്ന് വന്ന എന്തുകൊണ്ട്? അതാണ് അർജുനന്റെ ശ്രേഷ്ഠത, അല്ലെങ്കിൽ അതാണ് ശിഷ്യന്റെ യോഗ്യത, ആത്മസമർപ്പണം. ആ സമർപ്പണത്തോടുകൂടി ഇവിടെ ചോദിക്കുകയാണ്, മാം ശാധി, എന്നെ അങ്ങ് ഉപദേശിച്ചോളൂ. ഈ ഒരു സന്ദർഭത്തിൽ, ഈ പൂർണ്ണമായ അഹന്താനാശത്തിന്റെ ഈ സന്ദർഭത്തിൽ എന്തുപദേശിക്കുന്നുവോ അത് അവന്റെ ഉള്ളിൽ, ആ ശിഷ്യന്റെ ഉള്ളിൽ പൂർണ്ണമായും പ്രകാശിക്കും. ആ ഉപദേശഗ്രഹണത്തിന് തടസ്സമായി നിൽക്കുന്നത് മുഖ്യമായും അഹന്തയാണ്. അത് ബോധപൂർവമായി നിൽക്കാം, അബോധപൂർവമായി നിൽക്കാം, അറിഞ്ഞോ അറിയാതെയോ നിൽക്കാം. അതിന്റെ നാശത്തെ ആ പൂർണ്ണമായ ശരണാഗതി ഇവിടെ അർജുനൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അർജുനൻ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ. ഇവിടെ അർജുനൻ എന്നുള്ള വ്യക്തിയെ വിടാം. ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ജീവൻ, ഒരു ജിജ്ഞാസു, ഒരു അധികാരി, ഉത്തമനായ ഒരു ഗുരുവിനെ എങ്ങനെ സമീപിക്കണം? അത് ആത്മസമർപ്പണത്തോടുകൂടി, പൂർണ്ണ ശരണാഗതിയോടുകൂടി. തന്റെ കഴിവിനും തന്റെ ബുദ്ധിക്കും ഒന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. എന്നിട്ട് ആവശ്യപ്പെടുന്നു. മാം ശാധി എന്ന് പറയുന്നത് ഉപദേശഗ്രഹണത്തിനുള്ള തന്റെ യോഗ്യതയെ വെളിപ്പെടുത്തുന്നതാണ്. താനതിന് തയ്യാറാണ് എന്നുള്ളത്. അല്ലാതെ വാക്യരൂപത്തിലുള്ള ഒരു ആവശ്യമല്ല. അത് ശിഷ്യന്റെ പരമമായ യോഗ്യതയെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് മാം ശാധി എന്നിവിടെ വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്. കാരണം ഇതിനു മുമ്പ് പറഞ്ഞ ഭാഗത്തെല്ലാം അർജുനൻ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. അർജുനൻ സ്വയം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്താണോ? ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറിക്കഴിഞ്ഞു. വിസർജ്യ സശരം ചാപം, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. യുദ്ധസാമഗ്രികളെല്ലാം ഉപേക്ഷിച്ചു. അപ്പൊ അവിടെ അർജുനന്റെ സ്വന്തമായൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് ശിഷ്യന് സ്വയം ഒരു തീരുമാനം ഉണ്ടായിരുന്നു, താൻ ഇന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗുരുവിനെ സമീപിക്കുമ്പോൾ, ഗുരുവിനെ സമീപിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ സ്വന്തം തീരുമാനവുമായിട്ട് പോയിട്ട് കാര്യമില്ല. സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനോട് ചോദിക്കേണ്ട കാര്യം. സാധാരണഗതി ശിഷ്യൻ അതാ ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് താൻ ആദ്യം തീരുമാനിക്കും. പിന്നെ ഗുരുവിനോട് ചോദിക്കും, എന്താണ് അങ്ങ് ഉപദേശിക്കുന്നത്. അപ്പോൾ തന്റെ തീരുമാനങ്ങളിൽ നിന്നുകൊണ്ട് ഗുരുവിനോട്, സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, ഉപദേശം ആവശ്യപ്പെടുക. അപ്പം പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത് തന്റെ തീരുമാനത്തിനാണ്. അത് തന്റെ മനസ്സിലൊരു ധാരണമാണ്, ഇന്നതാ ചെയ്യേണ്ടത്. പിന്നെ ഗുരുവിനോട് ചോദിക്കും. അത് കഴിഞ്ഞ് ഗുരുവിന്റെ ഉപദേശം തന്റെ തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഗുരുവിനെ തള്ളും, ഉപദേശത്തെയും തള്ളും. താനെന്തോ തീരുമാനിച്ചത് ആ വഴിക്ക് പോകും. എന്നിട്ട് പറയും, ഈ ഗുരു തനിക്ക് പറ്റിയ ആളല്ല. കാരണം തന്റെ തീരുമാനത്തോട് യോജിക്കാത്ത ഗുരുവിനെ തനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു വരുന്നത് അങ്ങനെയാണ്.
എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയമോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതായോ വരുമ്പോൾ നമ്മുടെ തീരുമാനം എടുത്തതിന് ശേഷമാണ് ഗുരുവിനെ സമീപിക്കുന്നത്. ചെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരാൾ ആഗ്രഹിക്കുകയാണ് ഹിമാലയത്തിലൊന്ന് പോകണം, മനസ്സിൽ ആഗ്രഹം വന്ന് തീരുമാനിക്കുന്നു ഹിമാലയത്തിലേക്ക് പോകാം. എന്നിട്ട് ഗുരുവിന്റെ അടുത്ത് നിന്ന് ചോദിക്കും, ഞാൻ ഹിമാലയത്തിൽ പോട്ടോ? അപ്പൊ ഗുരു മനസ്സിലാക്കി ഇവൻ മനസ്സിൽ തീരുമാനിച്ചിരിക്കുകയാണ്, ഇവനോട് ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യമുള്ളവനാണെങ്കിൽ തീരുമാനിച്ചിട്ട് ചോദിക്കത്തില്ലല്ലോ. അപ്പൊ തീരുമാനം നേരത്തെ മനസ്സിലുണ്ട്, പറയും ശരി പോക്കോ, പോയി അനുഭവിച്ചോ എന്ന് പറയും. കാരണം അവിടെ തീരുമാനം ഗുരുവിന്റെ അല്ല, ശിഷ്യന്റെയാണ്. അപ്പോ ശിഷ്യൻ വിചാരിക്കുക ശരി ഗുരുവിന്റെ പെർമിഷൻ കിട്ടി, ഇനി ധൈര്യമായിട്ട് പോവാം, പെർമിഷൻ കിട്ടിയിരിക്കുന്നു. അവിടെ നമുക്ക് തെറ്റിയിരിക്കുന്നു. എന്തുകൊണ്ട്? എല്ലാ കാര്യങ്ങളിലും ശിഷ്യൻ സാധാരണ പ്രവർത്തിക്കുന്ന ഇങ്ങനെയാണ്. സ്വയം ആദ്യം തീരുമാനം എടുക്കുക, പിന്നെ തന്റെ തീരുമാനത്തിൽ ഗുരുവിന്റെ അംഗീകാരം വാങ്ങുക. ആ അംഗീകാരം അങ്ങനെ ഒരു അംഗീകാരം വാങ്ങുമ്പോൾ അത് ഗുരുവിന്റെ അംഗീകാരമായിരിക്കില്ല, ശിഷ്യന്റെ തന്നെ അംഗീകാരമായിരിക്കും, തന്റെ തന്നെ അംഗീകാരമായിരിക്കും ഗുരുവിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ ഭഗവാൻ ഉപദേശിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് 2-ാം അധ്യായം തുടങ്ങുമ്പോഴും അർജുനൻ എനിക്കിനി യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് രഥത്തിൽ ഇരിക്കുമ്പോഴും ഭഗവാൻ ഉപദേശം തുടങ്ങിയില്ല. എന്തുകൊണ്ട്? അപ്പോഴും അർജുനന്റെ തീരുമാനത്തിലാണ്, ശിഷ്യന്റെ തീരുമാനത്തിലാണ്. ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇത്രേ ചോദിച്ചുള്ളൂ, ഉപദേശിക്കുകയല്ല ചെയ്ത്. ഇത് ഒന്നുകൂടി ബോധിപ്പിച്ചു. നിന്റെ ഹൃദയ ദൗർബല്യമാണ് ഈ അവസ്ഥ, നിന്റെ ഈ തീരുമാനം നിന്റെ ദുർബലതയിൽ നിന്നുണ്ടായതാണ് എന്നൊന്ന് ബോധിപ്പിച്ചു. അവിടെയും ഭഗവാൻ ഉപദേശിച്ചില്ല. അപ്പൊ വീണ്ടും ആ പറഞ്ഞ കാര്യം അത് അർജുനന്റെ മനസ്സിൽ ഒന്നുകൂടി തനിക്ക് തന്നെ ബോധ്യപ്പെടുന്നതിന് സഹായിച്ചു. ഇത് ആത്യന്തികമായി തന്റെ ധർമ്മബോധമല്ല, താൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് തന്റെ അഹിംസാബോധമല്ല, അല്ലെങ്കിൽ ധർമ്മബോധമല്ല, അല്ലെങ്കിൽ ജീവകാരുണ്യമല്ല, ഇതൊന്നുമല്ല. മറിച്ച് ആത്യന്തികമായിട്ട് ഇത് തന്റെ ഹൃദയ ദൗർബല്യമാണ്. ആത്യന്തികമായിട്ട് ഈ ഹൃദയ ദൗർബല്യം ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് തന്റെ അഹന്തയിലും മമതയിലുമാണ്. മനസ്സ് അത്യധികം കലങ്ങി മറിഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിലും അർജുനനെടുത്ത തീരുമാനം തന്റെ അഹന്തയെ മുൻനിർത്തിയാണ്. ഞാൻ ഇനി ഒന്നിനും തയ്യാറല്ല, ഞാൻ സന്യസിക്കുന്നു. അപ്പോൾ ആ സന്യാസത്തിന്റെ തീരുമാനം പോലും അഹന്തയെ മുൻനിർത്തിയാണ്. അങ്ങനെയുണ്ട്. ചില ശിഷ്യന്മാർ ആശ്രമത്തിൽ പോയി നിന്ന് സേവനമൊക്കെ കുറെ കാലം ചെയ്യും. ഗുരു സന്യാസം കൊടുക്കത്തില്ല, ഉടനെ വേറെ സ്ഥലത്ത് പോയി സന്യസിച്ചു കളയും. എന്നാൽ ഈ ഗുരുവിൽ നിന്ന് സന്യാസം വേണ്ട, വേറെ ഏതെങ്കിലും ഗുരുക്കന്മാരുണ്ടോ അവിടുന്ന് സന്യാസം സ്വീകരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിലർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അർജുനൻ എന്തുകൊണ്ടാണ് സന്യാസത്തിന് സ്വയം തീരുമാനിക്കുന്നു? തന്റെ സന്യാസത്തെ നിശ്ചയിക്കുന്നതിന് ഗുരുവിന് അവകാശമുണ്ട്. താൻ തന്നെ തീരുമാനിക്കുന്നു, ഞാൻ സന്യാസത്തിന് യോഗ്യനാണ്. പക്ഷെ തന്റെ സന്യാസത്തിന് ഈ ഗുരു പറ്റിയ ആളല്ല, അതുകൊണ്ട് വേറെ ഗുരുവിനെ സ്വീകരിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അർജുനനും അതാ ചെയ്ത്. ആദ്യം സ്വയം സന്യസിച്ച് ഗുരുവിന്റെ ഉപദേശമൊന്നും തേടിയില്ല. ആദ്യം സ്വയം തന്റെ അഹന്തയെ മുൻനിർത്തി സന്യസിച്ചു. സന്യാസം എന്ന് പറയുന്ന അഹന്തയുടെ ത്യാഗമാണ്. പക്ഷെ അർജുനന്റെ മനസ്സ് ഇങ്ങനെ ഒരവസ്ഥയിൽ അതൊന്നും ചിന്തിക്കാൻ പോയില്ല. അതുകൊണ്ട് ആദ്യം അർജുനൻ സ്വയം സന്യസിച്ചു. അതാണ് 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ കാണുന്നത്, അർജുനന്റെ സന്യാസമാണ്. പക്ഷെ ഭഗവാൻ അത് ഓർമ്മിപ്പിച്ചു, നിന്റെ ഈ സന്യാസം എന്ന് പറയുന്നത് നിന്റെ ഹൃദയ ദൗർബല്യമാണ്. സന്യാസം ഒരിക്കലും ദൗർബല്യമല്ല, പക്ഷെ ഇത് ദൗർബല്യമാണ്. ഇത് നിന്റെ സ്വയം തീരുമാനമാണ്, അതിലെനിക്ക് പങ്കില്ല, ഗുരുവിന് പങ്കില്ല ശിഷ്യന്റെ ആ തീരുമാനത്തിൽ. ശിഷ്യൻ തീരുമാനിച്ചിട്ട് ഗുരുവിനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഹൃദയ ദൗർബല്യത്തെ നീ കളയുക എന്നേ പറഞ്ഞുള്ളൂ. എന്റെ തീരുമാനം മാറ്റാൻ പറഞ്ഞു, നീ സന്യസിക്കണ്ടെന്ന് പറഞ്ഞു. തെക്തോത്തിഷ്ഠ, ഉണർവ്, അതാണ് ആവശ്യപ്പെട്ടത്. നിന്റെ വിവേകത്തെ നീ
ഒന്ന് ഉണർത്തുക, നിന്നിലതുണ്ട്, അത് മറഞ്ഞിരിക്കുകയാണ്, അതിനെ ഉണർത്തുക, അതാണ് ആവശ്യപ്പെട്ടത്. ഉത്തിഷ്ഠ എന്ന് പറഞ്ഞാൽ അതാണ് ശ്രുതി പറയുന്ന ഉത്തിഷ്ഠത, ജാഗ്രത. അത് തന്നെ ആ ഉണർവിനെ ആണ്, വിവേകത്തെ തിരിച്ചുകൊണ്ടുവരാനാണ് പറഞ്ഞത്. അത് അർജുനന് മനസ്സിലായി, അർജുനന്റെ ഉള്ളിൽ തട്ടി, അർജുനന്റെ അഹന്ത അത് ഒരു പരുവത്തിലാക്കി, അത് നശിച്ചു. അഹന്താത്യാഗം അർജുനൻ സംഭവിച്ചു, ശരണാഗതി ഉണ്ടായി, അനന്യശരണനായി ഭഗവാനെ തന്നെ സമീപിക്കുന്നു, മാംസാധി എന്നാവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു ജിജ്ഞാസുവിന്റെ, ശരിയായ ഒരു സാധകന്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും ദിവ്യമായ ഒരു മുഹൂർത്തം, അതാണ് ഈ ഗുരുവിലുള്ള ശരണാഗതി. അത് അപൂർവം പേരിൽ മാത്രം സംഭവിക്കുന്നതാണ്. നമ്മൾ പോയി ഒരു ഗുരുവിനെ കണ്ടു, ഗുരുവിന്റെ പെർമിഷൻ വാങ്ങി, ആശ്രമത്തിൽ താമസിച്ചു, ഗുരു പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അതൊന്നും കൊണ്ട് ഈ ശരണാഗതി, ഈ പറയുന്ന ശരണാഗതി ഉണ്ടാകത്തില്ല. അതൊരുവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട അവിചലമായ, അതായത് അകമ്പിതമായ, ഒരു തരത്തിലും ചലിക്കാത്ത, ഒരു അവസ്ഥയിലും മാറ്റം വരാത്ത ഹൃദയാർപ്പണമാണത്. അതൊരുവൻ ഒരു ഗുരുവിനെ ബാഹ്യമായി സ്വീകരിക്കുന്നവൻ അവന് സംഭവിക്കുന്നില്ല. മറിച്ചൊരു ഗുരുവിനെ ആന്തരികമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ഒരു ശിഷ്യനിൽ ഇത്തരത്തിലുള്ള ആത്മസമർപ്പണം സംഭവിക്കത്തുള്ളൂ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ഒരുവന്റെ ആധ്യാത്മിക ജീവിതത്തിൽ പിന്നെ ക്ലേശങ്ങളില്ല. അതാണ് അതിന്റെ അടയാളം. ആത്മസമർപ്പണം വന്നു കഴിഞ്ഞാൽ അവന്റെ ആത്മീയ ഗതി ക്ലേശരഹിതമായി, ആയാസരഹിതമായി മുന്നോട്ട് പോകും. എന്തുകൊണ്ട്? പിന്നെ അവൻ പൂർണ്ണമായും ഗുരുവിന്റെ പരിരക്ഷയിലാണ്. കാരണം ഗുരുവിനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു, ഇവൻ പൂർണ്ണമായും യോഗ്യനാണ് എന്ന് ഗുരുവിനും ആന്തരികമായി ബോധ്യപ്പെടുന്നു. ഗുരുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാഹ്യമായി പലതും ചെയ്യുന്നത്. നീണ്ടു നിവർന്ന് കൈയും കാലുമൊക്കെ തല്ലി ഓടിച്ച് നമസ്കരിക്കുക, അതൊരു നാഴികയ്ക്ക് 100 വട്ടം ചെയ്യുക, ഇതൊക്കെ ഗുരുവിനെ ബോധ്യപ്പെടുത്താനാണ്. ഞാൻ അങ്ങേക്ക് പൂർണ്ണമായും വശങ്കതനായിരിക്കുന്നു എന്നല്ല. പക്ഷെ ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ ബോധ്യമാവുന്ന, ഗുരു ബോധിക്കുന്ന ഒന്നല്ല. പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുരു തടയത്തില്ല, ചെയ്തോട്ടെ, ഒരു എക്സർസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇത് തടയാനൊന്നും പോകത്തില്ല. പക്ഷേ അവിടെയല്ല. ഈ ആന്തരികമായ ഭാവം, ഇവിടെ അർജുനൻ പ്രകടിപ്പിക്കുന്ന ഈ ആന്തരികമായ ഭാവം പ്രകടമാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഗുരുവിന് ബോധ്യമാകുമ്പോഴാണ് ഗുരു ഒരുവനെ ഉൾക്കൊള്ളുന്നത്. ഇതിനെയാണ് വേറെ ഭാഷയിൽ പറയുന്നത് ഗുരുശിഷ്യ പാരസ്പര്യം എന്ന് പറയുന്നത്. ഗുരുശിഷ്യ പാരസ്പര്യം അതാണ്. അവിടെ നിന്നാണ് ഒരുവന്റെ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്നത്. ആ ഒരു സന്ദർഭത്തെ ഇവിടെ വ്യാസഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും രണ്ട് പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് ആധ്യാത്മിക ജിജ്ഞാസുക്കളെ ബോധ്യപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ശിഷ്യസ്തേകം ശാധിമാൻ ത്വാം പ്രപന്നം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാന്തിമാം ത്വാം പ്രപന്നം. തന്റെ ഈ ആത്മസമർപ്പണത്തിന് എന്തൊക്കെയാണ് തന്നെ പ്രേരിപ്പിക്കുന്നത്? താൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നിർത്തുകയാണ് അടുത്ത്. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്നമൃദ്ധം അവാപ്യ ഭൂമൗ അസപത്നം ഋദ്ധം രാജ്യം സുരാണാം അഭിജാധിപത്യം. ഇവിടെ അർജുനൻ പറയുന്നു, ഭൂമൗ, ഈ ലോകത്ത് അസപത്നം
ഋദ്ധം രാജ്യം, സപത്നം ശത്രു, അസപത്നം ശത്രുക്കളില്ലാത്ത, ഋദ്ധം സമ്പന്നമായ രാജ്യം, രാജ്യത്തെ അവാപ്യ നേടിയിട്ടും. പ്രേയസിനെ കുറിച്ച് അർജുനൻ പറയുകയാണ്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നേടാവുന്നുള്ളത് ശത്രുരഹിതമായ സമ്പന്നമായ ഒരു രാജ്യമാണ്. അത് പറയുകയാണ്. അസപത്നമായ ശത്രുക്കളില്ലാത്തതായ വൃദ്ധമായ സമൃദ്ധമായ ഐശ്വര്യപൂർണമായ ഒരു രാജ്യവും അതിവിടെ നേടാം. ഇനി ക്ഷത്രിയന് യാഗാദി സത്കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് നേടാമെന്നുള്ള എന്താണ്? സുരാണാം ആധിപത്യം, ദേവന്മാരുടെ ആധിപത്യം, ദേവേന്ദ്ര പദവി, അതുവരെ നേടാൻ കഴിയും. പ്രേയസിന്റെ അങ്ങേയറ്റം, അഭ്യുദയത്തിന്റെ അങ്ങേയറ്റം, ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ എന്റെ ശോകത്തെ ഇല്ലാതാക്കുന്നതിന് അതൊന്നും പര്യാപ്തമല്ല. അതാണ് അർജുനൻ പറയുന്നത്. ഇന്ദ്രിയാണാം ഉച്ഛോഷണം, എന്റെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ശോഷിപ്പിക്കുന്നതായ, വേദനിപ്പിക്കുന്നതായ എന്നർത്ഥം. എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, എന്റെ ഇന്ദ്രിയങ്ങളെല്ലാം തളർത്തുന്നതായ ശോകം, ഈ ശോകത്തെ, മമ ശോകം, എന്റെ ഈ ശോകത്തെ, ഏതപനുദ്യ, എന്താണ് ഇല്ലാതാക്കുന്നത്? എന്തെല്ലാം അഭ്യുദയങ്ങൾ കരഗതമായാലും എന്റെ ഈ ദുഃഖത്തെ, ഒരു ജീവന്റെ ദുഃഖത്തെ ആത്യന്തികമായി അത് നശിപ്പിക്കുന്നില്ല. നഹി പ്രപശ്യാമി, അങ്ങനെ ഒന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ അർജുനൻ തന്റെ പൂർണ്ണമായ വിരക്തി, ഈ പ്രേയസിനോടുള്ള അഭ്യുദയത്തോടുള്ള വിരക്തിയെ പ്രകടമാക്കുകയാണ്. തന്റെ അധികാരിത്വത്തെ പ്രകടമാക്കുകയാണ്. അർജുനനോടിപ്പോ ഈ മാംശാധി, അവിടെ ആവശ്യപ്പെടുന്നത് ദുഃഖ നിവാരണത്തിലുള്ള വിദ്യയാണ്, ആത്മവിദ്യ. അവിടേക്ക് അർജുനൻ എത്തിച്ചേർന്നു. അർജുനൻ അറിയാതെ തന്നെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആത്മവിദ്യ കൂടി. അർജുനൻ ഇതുവരെ ആവശ്യപ്പെട്ട എന്താണ്? ധർമ്മബോധം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ കർത്തവ്യം എന്താണ്? അതാണ് അർജുനൻ ഇതുവരെ ആവശ്യപ്പെട്ടത്. ആത്മാവ് എന്താണ്, അനാത്മാവ് എന്താണ് എന്നൊന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ അർജുനൻ ഒരു പടിയുടെ മുമ്പോട്ട് ചെന്നിട്ട് ദുഃഖ നിവൃത്തിക്കുള്ള ഉപായം അത് ആവശ്യപ്പെടുകയാണ്. ആത്യന്തികമായ ദുഃഖ നിവൃത്തിക്ക് എന്താണ് ഉപായം? അതിവിടെ ചോദിക്കുകയാണ്. താൻ അറിയാതെ തന്നെ അവിടെ ആ ഒരു ചോദ്യം അർജുനന്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. ഈ സാംസാരിക ജീവിതത്തോടുള്ള പൂർണ്ണമായ വിരക്തി ഇവിടെ അർജുനനിൽ പ്രകടമാകുകയാണ്. ഇതൊന്നും തന്നെ എന്റെ ദുഃഖത്തെ നശിപ്പിക്കാൻ പര്യാപ്തമല്ല. മമശോകം യത് അപനുദ്യാത് നഹി പ്രപശ്യാമി, എന്റെ ശോകത്തെ ഏതാണോ ഇല്ലാതാക്കുന്നത് അതിനെ ഞാൻ കാണുന്നില്ല. അപ്പോൾ ആ ആത്യന്തികമായ ശോക നിവൃത്തിക്കുള്ള അർജുനന്റെ ഇച്ഛ, അത് ആത്മവിദ്യക്ക്, കാരണം അത് ആത്മവിദ്യ കൊണ്ടേ സംഭവിക്കത്തുള്ളൂ, അതിനുവേണ്ടിയുള്ള ഒരാഗ്രഹമാണ്, ജിജ്ഞാസയാണ്. ഇത് ഗീതയുടെ മറ്റൊരു സന്ദർഭമാണ്. ഒന്ന് ധർമ്മബോധത്തിന് വേണ്ടിയുള്ള അർജുനന്റെ ജിജ്ഞാസ, മറ്റൊന്ന് പൂർണ്ണമായ ശുദ്ധമായ ആത്മവിദ്യയ്ക്ക് വേണ്ടിയുള്ള ജിജ്ഞാസ. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് ജിജ്ഞാസയാണ് നമ്മൾ കാണുന്നത്. ഒരാള് ധർമ്മത്തെ, കർത്തവ്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരാള് ദുഃഖനിവൃത്തിക്കുള്ള ഉപായത്തെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അടുത്ത് പറയും അർജുനം നിമിത്തീകൃത്യം. അർജുനനെ നിങ്ങളിവിടെ കേവലം ഒരു നിമിത്തമായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ, ഗീതാശാസ്ത്രത്തിൽ പല അധികാരികളുണ്ട്, പല ഉപദേശങ്ങളുണ്ട്. ആ പല അധികാരികളും ഇവിടെ വ്യക്തമാക്കുകയാണ്. അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ഈ വിഷാദയോഗം എന്ന് പറയുന്ന ഈ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ സാഖ്യയോഗത്തിന്റെ ആമുഖമായി പറയുന്ന ഈ ഭാഗത്ത് വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്നത് പല നിലയിലുള്ള അധികാരികളെയാണ്. കർമ്മയോഗത്തിന് അധികാരിയായിട്ടുള്ള അർജുനനെ നേരത്തെ കാണിച്ചു. അല്ലെങ്കിൽ കർമ്മയോഗത്തിന് അധികാരിയായിട്ടുള്ള ഒരു ജിജ്ഞാസുവിനെ മുമ്പ് കാണിച്ചു. അടുത്ത് ജ്ഞാനയോഗത്തിന് അധികാരിയായിട്ടുള്ള മറ്റൊരു ജിജ്ഞാസുവിനെ.
ഇവിടെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മധുസൂദന സരസ്വതി ഓരോ ഭാഗങ്ങളെയും എടുത്ത് കാണിച്ചിട്ട് പറയും ഇവിടെ എന്താണ് സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരു അധികാരിയെ ഇവിടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. ശരിയായ ആത്മവിദ്യയെ ഗ്രഹിക്കുന്നതിന് യോഗ്യനായ ഒരു അധികാരി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഒരു അധികാരി ഇവിടെ കടന്നു വരുന്നതുകൊണ്ടാണ് മുന്നോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ കർമ്മയോഗത്തെ മാത്രമല്ല ശരിയായ ജ്ഞാനനിഷ്ഠയെയും ഉപദേശിക്കുന്നു. അപ്പൊ ജ്ഞാനനിഷ്ഠയ്ക്കും ഇവിടെ ഒരു അധികാരിയുണ്ട്. ആ എല്ലാ അധികാരിക്കും നമുക്ക് അർജുനനെന്ന് പേരിടാം. പക്ഷേ ആ അധികാരികളെല്ലാം വേറെയാണ്. ജ്ഞാനയോഗേന സാഖ്യാന കർമ്മയോഗേന യോഗിന എന്ന് ഭഗവാൻ തന്നെ രണ്ട് നിഷ്ഠകളെ വെളിപ്പെടുത്തുന്നു എന്നിടത്ത് ഭാഷ്യകാരൻ പറയും. അതുപോലെ പലതരത്തിലുള്ള അധികാരികളെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതിനുള്ള ഓരോ സന്ദർഭങ്ങളാണ് ഇവിടെ വ്യാസൻ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആ പരവൈരാഗ്യം വന്നു കഴിഞ്ഞ് ആത്മവിദ്യയ്ക്ക് അത്യന്തം പാത്രമായ ഒരു അധികാരിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ അധികാരിക്ക് വേണ്ടി ഭഗവാൻ ആത്മവിദ്യയും ഉപദേശിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ സമയം ഒരാൾക്ക് ഗ്രഹിക്കാനോ അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കാനോ സാധ്യമല്ല എന്നുള്ള കാര്യം ഇനി ഭാഷ്യകാരൻ ചർച്ച ചെയ്യും. അപ്പൊ ഇതെല്ലാം ഭിന്ന ഭിന്ന അധികാരികൾക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പരസ്പര വൈരുദ്ധ്യം വരുന്നില്ല. ഒരു പുസ്തകമുണ്ട്, ഹിന്ദിയിലാണ്, വലിയ പുസ്തകമാണ്. അതിനകത്ത് അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഗീതയിലെ വൈരുദ്ധ്യങ്ങൾ. ഭഗവത്ഗീതയ്ക്കകത്ത് ഒരാൾ വളരെ ചിന്തിച്ച് പ്രയാസപ്പെട്ടു ഇതിനകത്ത് എന്തെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട് അതെടുത്ത് കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പുസ്തകമുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഒരാൾ അതിനുവേണ്ടിയും പ്രയാസപ്പെട്ടു, വളരെ പരിശ്രമിച്ചു. ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അസംബന്ധമാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യമുള്ള കാര്യങ്ങളുണ്ട്. വളരെ പ്രകടമായ വൈരുദ്ധ്യമുണ്ട്. എന്താണ്? ഒരു കർമ്മൈവ തസ്മാത്വം. ഒരു ഉദാഹരണം പറയണം. നീ കർമ്മം ചെയ്യൂ എന്ന് അർജുനനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവസാനം എന്ത് പറഞ്ഞു? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാന്ന് പറഞ്ഞു. ഇത് പ്രകടമായ ഒരു വൈരുദ്ധ്യമാണ്. ഇതുപോലെ നിരവധി നിരവധി വൈരുദ്ധ്യങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ഇതൊരു അസംബന്ധമാണ് ഗീത എന്ന് ഒരാൾ വളരെ പരിശ്രമിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? അയാളുടെ വാസന എന്നേ പറയാൻ പറ്റും. അതിനാണ് വാസന. അങ്ങനെ സമർത്ഥിക്കുന്നതിനായിരുന്നു വാസന. ഇതിൽ നിന്ന് ഉപദേശം സ്വീകരിക്കത്തക്കതായ ഉപദേശമൊന്നും ആ ഒരു വ്യക്തി കണ്ടില്ല. അതിനുവേണ്ടി പരിശ്രമിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിഭിന്നങ്ങളായ ഉപദേശങ്ങളിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് അത് വിഭിന്ന അധികാരികൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ മധുസൂദന സരസ്വതി പറയുന്നു, ഇവിടെ സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരുവൻ ഈ ഭാഗത്ത് എടുത്തു കാണിക്കുന്നു എന്നാണ്. അതതിന്റെ പൂർണ്ണതയിൽ അവസാനം കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു അധികാരിക്ക് വേണ്ടിയുള്ള ആത്മവിദ്യാസം ഇവിടെ ഉപദേശിക്കുന്നു. അതുകൊണ്ടാണ് മുന്നോട്ട് വ്യാഖ്യാനങ്ങളിൽ വരുമ്പോൾ ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം, ഇങ്ങനെ വ്യാഖ്യാനം ഒരു പരമ്പര തന്നെയാണ്. അവിടെയെല്ലാം എന്താണ്? ഭിന്ന ഭിന്ന അധികാരികൾക്ക് വേണ്ടിയുള്ള തത്വം ആചാര്യന്മാരിൽ കണ്ടെത്തിയതാണ്. ദ്വൈതാധികാരിക്ക് വേണ്ടി ദ്വൈതം, അത് ഇതിനകത്തുണ്ട്. അദ്വൈതത്തിനുള്ള അധികാരിക്ക് വേണ്ടിയിട്ടുള്ള അദ്വൈതം ഇതിനുണ്ട്. ആര് എന്തിനധികാരിയാണോ അതിനുള്ള വിദ്യ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഗീത സമഗ്രമായ ശാസ്ത്രം എന്ന് പറയുന്നത്. അതെല്ലാത്തിനും ഉൾക്കൊള്ളുന്നുണ്ട്. ആർക്കും അതിനെ സ്വീകരിക്കാം. എന്തിന്? ശൈവ സമ്പ്രദായത്തിൽ പോലും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് സമ്പ്രദായത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാം. കാരണം ആർക്കും സ്വീകാര്യമായ എന്തെങ്കിലും ഇതിൽ കാണും. നമ്മുടെ ഭാരതത്തിൽ തന്നെ സന്യാസ സമ്പ്രദായം പലതുണ്ട്. ശങ്കരാചാര്യരുടെ സമ്പ്രദായം, എന്തിന് കബീറിന്റെ സമ്പ്രദായം വരെയുണ്ട്. നിരവധി സമ്പ്രദായങ്ങളുണ്ട്. അതെല്ലാം ഉത്തരഭാരതത്തിൽ ഉള്ളതാണ്. എല്ലാ സമ്പ്രദായക്കാർക്കും
പൂർണ്ണമായും സ്വീകാര്യമായിട്ടുള്ള ആധ്യാത്മിക സമ്പ്രദായക്കാർക്ക് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ ഏത് സമ്പ്രദായത്തിൽപ്പെട്ട ഒരാളായാലും ശരി, ഒരു കാര്യം നിർബന്ധമാണ്, ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും അയാൾ പാരായണം ചെയ്തിരിക്കും ഒരു ദിവസം. ഗീതയെ ഒന്ന് സ്മരിക്കാതെ ഏത് സമ്പ്രദായത്തിൽ, ഏത് ഗുരുവിന്റെ സമ്പ്രദായത്തിൽപ്പെട്ട അയാളായാലും ശരി, അല്ല, ഗീതയെ ഒരു ദിവസം സ്മരിക്കാതിരിക്കാൻ പാടില്ല. അത് കർശനമായ അലിഖിതമായ ഒരു നിയമമായി ഈ ഭാരതത്തിലെ എല്ലാ സന്യാസി സമ്പ്രദായക്കാരും ഇന്നുവരെ പിന്തുടർന്നു വരുന്ന ഒന്നാണ്. ദ്വൈതമായാലും ശരി, അദ്വൈതമായാലും ശരി. എന്തുകൊണ്ട് അതിന് അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചു? കാരണം അത് ഇതിന്റെ സമഗ്രതയാണ്. ഭിന്ന ഭിന്ന അധികാരികൾക്ക് വേണ്ടിയിട്ട് ഭിന്ന ഭിന്ന ഉപദേശങ്ങൾ ഇതിൽ കൊടുക്കുന്നു. അത് ഇതിന്റെ വ്യാഖ്യാതാക്കൾ അക്കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ആ ആത്മവിദ്യയ്ക്കുള്ള തന്റെ അധികാരിത്വത്തെ ഇവിടെ ശിഷ്യൻ പ്രകടമാക്കുന്ന ഗുരുവിനോട്. അതാണ് ഈ ഭാഗം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്നമരുദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. അർജുനന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പ്രവർത്തിക്കാനുള്ളതെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി അർജുനന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനൊന്നുമില്ല, ശിഷ്യന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതാണ് അടുത്ത് വ്യാസൻ പറയുന്നത്. സഞ്ജയ് ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഏവം ഉക്ത്വാ ഋഷീകേശം ഗുഡാകേശ പരന്തപഃ നയോസ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. പരന്തപഃ നേരത്തെ പറഞ്ഞാണ്. ക്ഷത്രിയൻ എന്നുള്ള അർത്ഥത്തിൽ പരന്മാരെ തപിപ്പിക്കുന്നവൻ, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ. ഒരു സാധകൻ എന്നുള്ള അർത്ഥത്തിൽ പരമമായ തപസ്സനുഷ്ഠിച്ചവൻ. അങ്ങനെയുള്ള ഗുഡാകേശൻ, ഗുഡാക നിദ്ര, ആലസ്യം, അതിന്റെ ഈശൻ, അതിനെ ജയിച്ചവൻ. അർജുനൻ ഒരു യോദ്ധാവാണ്. എല്ലാ തരത്തിലും ആലസ്യത്തെ, നിദ്രയെ ജയിച്ചവനാണ്, പൗരുഷമുള്ളവനാണ്, ഏകാഗ്രതയുള്ളവനാണ്. ഇതിന് അർജുനന്റെ യോഗ്യതയെ കാണിക്കുകയാണ്. ഇത്രയെല്ലാം യോഗ്യതകളുള്ളവനായ അർജുനൻ ഏവമുക്ത, ഇതൊക്കെ പറഞ്ഞിട്ട് തുടക്കം മുതൽ ഇങ്ങോട്ട് അർജുനൻ ഇതെല്ലാം ഭഗവാനോട് പറഞ്ഞു. രഥം സ്ഥാപയമേച്ചുത എന്ന് തുടങ്ങി എന്തൊക്കെ പറഞ്ഞു? എന്താണ് അതിന്റെ ആത്യന്തികമായ താല്പര്യം? എന്തായിരുന്നു? യോത്സി, ഞാൻ യുദ്ധത്തിന് തയ്യാറല്ല. അതിന് സംഗ്രഹിച്ചുകൂടെ പറയുകയാണ് സഞ്ജയൻ. അർജുനൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: ഞാൻ യുദ്ധത്തിന് തയ്യാറല്ല, ഞാൻ സന്യാസത്തിന് തയ്യാറാണ്. യോസേരി ഗോവിന്ദമുക്ത എന്ന് ഗോവിന്ദനോട്, ഗോവിന്ദൻ ഗാ വേദവാണി വിന്ദതി, അതിനെ വേദവാണിയെ നേടിയിരിക്കുന്നവൻ, വേദജ്ഞാനത്തോടുകൂടിയവൻ, ആത്മവിദ്യയോടുകൂടിയിരിക്കുന്നവൻ, അങ്ങനെയുള്ള ഗോവിന്ദനോട് ഉക്ത, ഇതെല്ലാം പറഞ്ഞു. ആദ്യം തന്റെ തീരുമാനം പറഞ്ഞു, പിന്നെ തന്റെ ജിജ്ഞാസയെ ബോധിപ്പിച്ചു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തൂഷ്ണീം ബഭൂവ, നിശബ്ദനായി, തൂഷ്ണീം സ്ഥിതി, നിശ്ചലനായി. ഇനി തനിക്കൊന്നും പറയാനില്ല എന്നുള്ള ഭാവത്തിൽ. എന്തുകൊണ്ട്? ഇനി ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്, അർജുനനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. തൂഷ്ണീം ബഹുവ, നിശ്ചലനായി. ഗുരുവിന്റെ സമീപത്ത് ജിജ്ഞാസുവായ ശിഷ്യൻ എത്തിച്ചേർന്ന് അവിടെ എന്ത് ചെയ്യുന്നു? സർവകരണങ്ങൾ ഉപശമിപ്പിച്ച്,
ശാന്തനായി ഗുരുവിന്റെ ഉപദേശ സ്വീകരണത്തിന് തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഒരു ചിത്രമാണ് ഏതധികാരിയായാലും ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. അനിശ്ചലത തൂഷ്ണീം ബഭൂവ എന്ന് പറയുന്നത് ബാഹ്യമായ കരണങ്ങളുടെ നിശ്ചലത, മനസ്സിന്റെ നിശ്ചലത, ആത്യന്തികമായി അഹന്തത്യാഗം ആണ് തൂഷ്ണീം സ്ഥിതി. അങ്ങനെയുള്ള പരിപൂർണമായ ത്യാഗത്തിൽ വിദ്യാസ്വീകരണത്തിനുള്ള ആ പരിപൂർണമായ അർഹതയെ പ്രാപിച്ച് നിൽക്കുന്ന അധികാരിയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അധികാരിയുടെ യോഗ്യതയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അധികാരിക്ക് വേണ്ടി അടുത്ത ഭഗവാൻ ഉപദേശം ആരംഭിക്കുന്നതായിട്ടാണ് അടുത്ത് പറയുന്നത്. ഏവം ഉക്ത്വാ ഋഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. അവിടെ ഹ എന്നുള്ളൊരു നിപാതം അമ്പേയം അത് പ്രയോഗിച്ചിട്ടുണ്ട്. അത് പ്രയോഗിക്കുന്നതിന് വളരെ സമർത്ഥനാണ് വ്യാസഭഗവാൻ. അതായത് ഒറ്റ ശബ്ദം കൊണ്ട് അർത്ഥശൂന്യമെന്ന് പാദപൂർണത്തിനെന്ന് തോന്നുന്ന ഒരു ശബ്ദം കൊണ്ട് ഒരുപാട് ആശയങ്ങളെ പ്രകടമാക്കുക. അതൊരു പ്രത്യേക സന്ദർഭത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വിപുലമായ ഒരു ആശയപ്രപഞ്ചം തന്നെ കാണും ആ ഒരു ചെറിയ ശബ്ദത്തിൽ. ഇവിടെ പൊതുവെ വ്യാഖ്യാതാക്കൾ പറയുന്ന ആശ്ചര്യമാണ്. വ്യാസഭഗവാൻ ഇതിനെ ഒരു വലിയ ആശ്ചര്യമായിട്ടാണ് കാണുന്നത്. വില്ലാളി വീരനായ അർജുനൻ ദേവന്മാരെ പോലെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയ വലിയ പരാക്രമിയായ അർജുനൻ ഇവിടെ എന്താണ് വളരെ ശാന്തനായി ഒരു ശിശുവിനെ പോലെ നിർമ്മലനായി തന്റെ എല്ലാ പൗരുഷവും അഹന്തയും സാമർഥ്യവും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ മുമ്പിൽ ആത്മവിദ്യയ്ക്ക് വേണ്ടി അർത്ഥിക്കുന്നു. അർജുനനിൽ പെട്ടെന്ന് വന്ന ഒരു മാറ്റം. ഇതിന് തൊട്ടു മുമ്പ് വരെ മഹാഭാരതത്തിന്റെ സന്ദർഭം നോക്കിയാൽ അർജുനൻ ഇങ്ങനെയൊരു ഭാവം പ്രകടമായില്ല. അപ്പൊ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ അർജുനനിൽ വന്നിരിക്കുന്ന ഈ പരിണാമം ഇത് വളരെ ആശ്ചര്യകരമാണ്. ഇതെങ്ങനെ ഇത് സംഭവിച്ചു? അർജുനൻ എങ്ങനെ ഇത് വന്നു? അങ്ങനെ വ്യാസന് ഇത് വളരെ ആശ്ചര്യകരമായി തോന്നുന്നു. അതുമാത്രമല്ല, ആത്മവിദ്യ ഉപദേശിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സന്ദർഭം ഒരിക്കലും ചേരാത്ത ഒരു സന്ദർഭം. കാരണം ആത്മവിദ്യയ്ക്ക് വേണ്ടത് ഏകാഗ്രത, അന്തർമുഖത, ഇതൊക്കെയാണ് വേണ്ടത് മുഖ്യമായിട്ട്. ഏകാഗ്രതയ്ക്കും അന്തർമുഖതയ്ക്കും പറ്റിയൊരു സന്ദർഭമല്ല യുദ്ധരംഗം. അവിടെ ഉള്ളിൽ അഹന്തയും മനസ്സിൽ രാഗദ്വേഷങ്ങളും ഒക്കെ മുറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ സാധാരണഗതിയിൽ ഒട്ടും അനുയോജ്യമല്ലാത്ത ഇത്തരമൊരു സന്ദർഭത്തെ ആത്മവിദ്യയെ ഉപദേശിക്കുന്നതിനുമായി ഭഗവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യം ലോകത്ത് ഒരിടത്ത് ഒരിക്കലും സംഭവിച്ചിട്ടുള്ള കാര്യമില്ല. ഇത് വലിയൊരു ആശ്ചര്യകരമായൊരു കാര്യമാണ്. ഭഗവാന്റെ ഈ ഉപദേശ സംരംഭം ഇതും വളരെ ആശ്ചര്യകരമായി തോന്നുന്നു. അങ്ങനെ അതിനകത്ത് പല ആശ്ചര്യങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ്. മൊത്തത്തിൽ ഉപദേശത്തിലും ഉപദേശഗ്രഹണത്തിലും ശിഷ്യനെ സംബന്ധിച്ചും ഗുരുവിനെ സംബന്ധിച്ചും എല്ലാം ആത്മവിദ്യയുടെ ഈ പ്രകടനത്തിൽ എല്ലാം വളരെ ആശ്ചര്യകരമായിരിക്കുന്നു എന്ന് വ്യാസഭഗവാൻ അത് സൂചിപ്പിക്കുകയാണ്. ഭഗവാന്റെ ഒരു ലീലാവിലാസം എന്നുള്ള രീതിയിലും എടുക്കും. അല്ല, സാധാരണഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആത്മവിദ്യയ്ക്ക് ശരിയായ രീതിയിൽ ഉള്ളൊരു സന്ദർഭം ഇതാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. മനസ്സ്, ജീവിതം വളരെ കലുഷിതമായി മാനസികമായി തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിൽ മറ്റ് പോംവഴിയൊന്നുമില്ലാതെ അവന്റെ എല്ലാ അഹങ്കാരങ്ങളും കെട്ടടങ്ങുന്ന ഒരവസ്ഥയിൽ
മനസ്സ് ഒരുവനറിയാതെ തന്നെ മനസ്സ് ശാന്തമാകുമ്പോൾ, മനസ്സ് നിശ്ചലമാകുമ്പോൾ, ഇവിടെ ആദ്യം മനസ്സ് ഇളകി, പിന്നീട് മനസ്സ് ഒതുങ്ങി. അതാ കാണുന്നത്. ആദ്യം അർജുനൻ ഒരുപാട് ന്യായവാദങ്ങളെല്ലാം ഉന്നയിച്ചു, അവിടെ മനസ്സ് ഇളകി നിൽക്കുകയാണ്. അവസാനം മനസ്സ് ശാന്തമായി. ഇങ്ങനെയുള്ള ഒരു സാധാരണ ജീവിത സന്ദർഭത്തെ, ഒരു ജീവന്റെ അവസ്ഥ, ഈ അവസ്ഥയിൽ ഒരുവനൊരു ഗുരുപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആത്മവിദ്യയ്ക്ക് ഉതകുന്നതാണെന്ന് ബോധിപ്പിക്കുന്നതാണ് എന്ന് സാധാരണഗതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ ബാഹ്യമായ അർജുനനും കൃഷ്ണനും ഇല്ലാതാണ്. ആന്തരികമായ ഒരു ശിഷ്യനും ഗുരുവും എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് പറ്റിയൊരു സന്ദർഭമാണ്. ഇതാണ് ശരിക്കും ആത്മവിദ്യ ഉപദേശിക്കാനും സ്വീകരിക്കാനും പറ്റിയ സന്ദർഭം എന്നുകൂടി ബോധിപ്പിക്കുകയാണ്. ഈ ആശയങ്ങളെല്ലാം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവസാനം ഹ എന്ന ആശ്ചര്യസൂചകമായ ശബ്ദത്തെ പറഞ്ഞത് അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് വ്യാസൻ പറയുന്നു, തം ഉവാച ഋഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോർ ഉഭയോർമധ്യേ വിഷീദന്തം ഇദം വചഃ. ഭാരത, സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്, യുദ്ധാരംഭത്തിൽ എന്ത് സംഭവിച്ചു? യുദ്ധം 10 ദിവസം കഴിഞ്ഞു. ഭീഷ്മ പിതാമഹൻ ശരശയിലായി. വിവരം പറയാൻ വേണ്ടി ചെല്ലുകയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട്. അപ്പൊ ധൃതരാഷ്ട്രം ആദ്യം മുതലേ വിവരങ്ങളെല്ലാം അറിയണം. എന്തെന്തൊക്കെ അവിടെ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞെന്നും അവർ ഏറ്റുമുട്ടിയെന്നും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം അറിയാം ധൃതരാഷ്ട്രം. പക്ഷെ വ്യക്തമായി അറിയണം ഓരോ നിമിഷവും അവിടെ എന്താണ് സംഭവിച്ചത്. അത് ഇവിടെ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭാരത, അർജുനന്റെ ഈ വേവലാതി, ഈ പരിഭ്രമമെല്ലാം കണ്ടിട്ട് സേനയോർ ഉഭയോർ മധ്യേ, ഈ രണ്ട് സേനകളുടെയും മധ്യത്തിൽ വിഷീദന്തം, വിഷമിക്കുന്നവനായി, വളരെ ദുഃഖിക്കുന്നവനായി. അതായത് ദുഃഖിക്കുന്നവനെന്ന് പറയുന്നത് ഭഗവാന്റെ അവസാനത്തെ ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറയുന്നത് വരെ അർജുനൻ ദുഃഖിക്കുകയായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അർജുനനൊരു സമാധാനമായത്. അങ്ങനെ ദുഃഖിക്കുന്നവനായി ഇരിക്കുന്ന തം, അവനോട്. അപ്പൊ ശിഷ്യന്റെ ഭാഗത്തെന്താണ്? ദുഃഖമാണ്. ഋഷീകേശഃ, ഋഷികാണ്, ഇന്ദ്രിയാണ്, ഈശഃ, എല്ലാ ജീവന്മാരുടെയും ഉള്ളിലിരുന്ന് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇന്ദ്രിയങ്ങളുടെ ഈശനായിരിക്കുന്നവൻ, സർവാന്തര്യാമിയായിരിക്കുന്നവൻ എന്ന് പറയും. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. അവസാനം സ്വയം തന്നെ പറയും, ഞാൻ എല്ലാ പ്രാണികളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാ പ്രാണികളെയും എല്ലാ ജീവന്മാരെയും അവരുടെ വ്യാപാരങ്ങളിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭ്രാമയൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഋഷികേശൻ എന്ന് പേര് കിട്ടിയത്. അങ്ങനെയിരിക്കുന്ന ആ ഭഗവാൻ ഇതെല്ലാം കണ്ടിട്ട് പ്രഹസൻ ഇവ, ഹസൻ എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ചിരിക്കുന്നവൻ, ചിരിക്കുന്നവനായി. പക്ഷെ അവിടെ ചെറിയൊരു ഉപസർഗം കൂടി കൊടുത്തിട്ടുണ്ട്, പ്രഹസൻ എന്നാണ്. ഇത് അവ്യാഖ്യേയമാണ്. പ്രഹസൻ, ഈ സന്ദർഭത്തിലുള്ള ഭഗവാന്റെ ഈ ചിരി, ഇതെന്താണ് ഈ ചിരി എന്ന് പറയുന്നത്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുത്തൻ വേദനിക്കുമ്പോൾ ഒരാൾക്ക് ചിരിക്കാൻ തോന്നത്തില്ല. അപ്പൊ പരമകാരുണികനായ ഭഗവാൻ അർജുനന്റെ വിഷാദം കണ്ടിട്ട് ചിരി വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സാഡിസ്റ്റാണെന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിരിയല്ല. അതാണ് ഇവിടെ പ്രഹസൻ എന്നർത്ഥം. അപ്പോൾ ഇതിന്റെ ആദിയും അന്തവും കണ്ടുകൊണ്ടുള്ള ഒരു ചിരിയാണ്. ഇത് ഭഗവാനിൽ സഹജമായിട്ടുള്ളതാണ്. മഹാഭാരതത്തിൽ നോക്കിയാൽ കാണാം, ആദ്യം മുതൽ അവസാനം വരെ, ജനനം മുതൽ ദേവകീപുത്രനായി ജനിക്കുന്ന സമയം
അപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അവസാനം സ്വർഗാരോഹണം വരെ ഈ പ്രഹസൻ, ഈ ചിരി ഇത് തുടർന്നു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വ്യാഖ്യാനികമാകത്തില്ല. പല വ്യാഖ്യാനം രാമാനുജനും മാധവനും ശ്രീവല്ലഭനും അഭിനവഗുപ്തനും വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം ഇത് വ്യാഖ്യാനിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല അവർക്ക്. ഈ ഭഗവാന്റെ ചിരി ഇത് ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിരിയാണ്. ഒരു പുഞ്ചിരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അത് മനസ്സിലാക്കിയ ഒരാളുടെ ചിരിയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിയ ഒരു അവതാര പുരുഷന്റെ ഒരു ചിരിയാണ്. അത് അസാധാരണമാണ്, അലൗകികമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസഭഗവാൻ ഇവിടെ പ്ര എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. പ്രഹസൻ. ഈ സംസാരത്തിന്റെ ഈ ദോഷങ്ങൾ, ഈ വിഭ്രാന്തികൾ, ഇതെല്ലാം അർജുനനെ പൂർണ്ണമായും ബാധിച്ചിരിക്കുകയാണ്. അർജുനൻ ഇതിനെല്ലാം പൂർണ്ണമായും കീഴ്പ്പെട്ടുപോയി, വശം കെട്ടുപോയി. ആ വശം കെടൽ ഇതെല്ലാം തന്റെ കൺമുമ്പിലാണ് സംഭവിക്കുന്നതെങ്കിലും ഇതൊന്നും ഇവിടെ ഗുരുവിനെ, ഭഗവാനെ ബാധിക്കുന്നില്ല. അത് സൂചിപ്പിക്കാനാണ് ഈ ചിരിയെക്കുറിച്ചുകൂടെ പറയുന്നത്. അല്ല അർജുനന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനല്ല. ജീവന്റെ ദുഃഖത്തിൽ ഒരിക്കലും ഈശ്വരൻ സന്തോഷിക്കുന്നില്ല. അങ്ങനെ സന്തോഷിച്ചാൽ അത് ക്രൂരതയായിപ്പോ. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ആ ജീവന്റെ ദുഃഖം, സംസാരം, അതിന്റെ തുച്ഛത, അല്ലെങ്കിൽ അതിന്റെ നിസ്സാരത, അതിന്റെ അല്പത്വം, അത് ബോധ്യപ്പെട്ട ഒരാൾ, അതാണ് മധുസൂദനൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഇവിടെ സദാ സ്വസ്വരൂപസ്ഥിതിയിലാണ്, അല്ലെങ്കിൽ ആത്മാനന്ദത്തിലാണ്. ആത്മാനന്ദം സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ പ്രഹസൻ. തന്റെ ചുറ്റുപാടിൽ എന്തെല്ലാം സംഭവിച്ചാലും തന്റെ നിഷ്ഠയിൽ നിന്ന് തനിക്ക് ച്യുതി സംഭവിക്കുന്നില്ല. അതാണ് അച്യുതൻ എന്ന് പറയുന്നത്. അച്യുതൻ മറ്റൊരു പേരാണ്. തന്റെ സ്ഥിതിയിൽ നിന്ന് തനിക്ക് യാതൊന്നും മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള അച്യുതഭാവത്തെ അത് പ്രകടമാക്കുന്നതാണ് ഈ പറയുന്ന പുഞ്ചിരി എന്ന് പറയുന്നത്. അതായത് സംസാരത്തിന് ഒത്തുപോകുന്നില്ല ഭഗവാൻ, സംസാരത്തെ അനുസരിക്കുന്നില്ല, അതിനെ അധികരിച്ച് നിൽക്കുന്നു. ആ ലോകദൃഷ്ടി ചിലപ്പോൾ സംസാരത്തെ അനുസരിക്കുന്നതായിട്ടൊക്കെ തോന്നാം, ബാഹ്യചേഷ്ടകളെ. പക്ഷെ എന്നാലും എല്ലാ സന്ദർഭങ്ങളിലും ആന്തരികമായി ഭഗവാന്റെ ഈ മന്ദഹാസം അതിങ്ങനെ നിലനിൽക്കും. അത് ഈ സന്ദർഭത്തിലും ശിഷ്യന് ആത്മവിദ്യ ഉപദേശിക്കേണ്ട ആ സന്ദർഭത്തിലും അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പ്രഹസൻ ഇവ. അതുപോലെ വ്യാസൻ പറയുന്നത് ഇവ എന്ന് വെച്ച പോലെ, കണ്ടിട്ട് അതൊരു ചിരി പോലെ തോന്നുന്നു. അപ്പോഴത്തെ ഭഗവാന്റെ മുഖഭാവം കണ്ടിട്ട് അതൊരു പുഞ്ചിരി പോലെ, പുഞ്ചിരി എന്ന് പറയുന്നില്ല, ഒരു ചിരിയെന്നോ പറയുന്നില്ല. അത് അവർണ്ണനീയമാണ്, അവ്യാഖ്യേയമാണ്. അങ്ങനെ എന്തോ പോലെ ഒന്ന് തോന്നുന്നു എന്നാണ്. വ്യാസന് പോലും അതിനെ അതേപടി ചിത്രീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവശബ്ദം പ്രയോഗിച്ചത്. പ്രഹസൻ ഇവ. ആ ഇവശബ്ദം തന്നെ വളരെ അർത്ഥപൂർണമാണ്. അപ്പോൾ ഭഗവാൻ തന്റെ ആ ഈശ്വരീയമായ ഭാവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിക്കൊണ്ട് സദാ നിൽക്കുന്നു. അത് യുദ്ധഭൂമിയിലായാലും മറ്റു രംഗത്തായാലും. പക്ഷെ തന്നെ സമീപിക്കുന്നവർക്കും, ശിഷ്യന്മാരായാലും അനുയായികളായാലും പ്രജകളായാലും ഭക്തന്മാരായാലും അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തന്റെ ആ ഈശ്വരീയ ഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അത് പിടികിട്ടുന്നില്ല. വാസ്തവത്തിൽ മറ്റൊരു ഉപദേശവും വേണ്ട. ഒരു യഥാർത്ഥ മുമുക്ഷുവിന് മോചനം നേടുന്നതിന് വാഗ്രൂപത്തിലുള്ള ഉപദേശമൊന്നും വാസ്തവത്തിൽ ആവശ്യമില്ല. ഈ ഭഗവാന്റെ ഈ ഭാവം മാത്രം മതി. അതാണ് ഗുരുക്കന്മാരെ കുറിച്ച് പറയും. ഉപദേശം, ശാസ്ത്രം, ശബ്ദരൂപത്തിലുള്ള ഉപദേശം അത് കൂടിയേ തീരുമെന്നൊന്നുമില്ല. കേവലം ഒരു ദൃഷ്ടിപാതം, ഒരു കടക്കൺ നോട്ടം, അത് മാത്രം മതി ഒരു ശിഷ്യന് ആത്മബോധം ഉണ്ടാകുന്നതിന്. അനാദിയായി ആ ജീവനെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് ശബ്ദരൂപത്തിലുള്ള ഉപദേശം കൂടിയേ തീരുമെന്നില്ല. അത് പിന്നെ കൂടിയേ തീരുമെന്ന് നമ്മൾ പറയാറുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്.
എന്തുകൊണ്ട്? സാധാരണ ജീവന്മാർക്കത് ആവശ്യമാണ്. അതിനപ്പുറം കടന്നവരുണ്ട്, അവർക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ തീരുമാനിക്കും, ഞാൻ അതിനപ്പുറം കടന്നവനാണ്, തീരുമാനിച്ചത്, എനിക്കിനി അതിന്റെ ആവശ്യമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് അത് കൂടിയേ തീരുമെന്ന് പറയും. ഒരു ഉപദേശവും അവസാനത്തെ വാക്കല്ല, അതിനപ്പുറം പിന്നും കാണും വേറെ എന്തെങ്കിലും പറയാനായിട്ട്. അതുകൊണ്ട് ഇത് മാത്രം മതി ഒരുവന് വാസ്തവത്തിൽ. പക്ഷെ അതിനെ സ്വീകരിക്കുന്നതിനുള്ള ക്ഷമത ശിഷ്യനില്ല. അതുകൊണ്ടാണ് പിന്നെ സംസാരിക്കേണ്ടി വരുന്നത്. തദ്ദർശനം വേറൊരു ഭാഗത്തിൽ പറയും. ശരിയായ ഒരു അധികാരിയെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ ദർശനം മാത്രം മതി. ഗുരു തന്നെ കാണണമെന്നില്ല, താൻ ഗുരുവിനെ കണ്ടാൽ മതി, അത്രയും മാത്രം മതി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എന്താണ്? ഗുരുവിൻ ശിഷ്യനെ നോക്കുക. അപ്പൊ അതെല്ലാം എന്താണ്? ഒരുവന്റെ പരിപക്വതയെ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ആ ദർശനം അത് മാത്രം മതി വാസ്തവത്തിൽ പരിപക്വതയെത്തിയ ഒരാളിന് ഈ സംസാരമോചനത്തിന്. പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതാണത് വ്യാഖ്യാനിക്കാൻ കഴിയാത്തത്. അങ്ങനെ ആ ഗുരു ഉപദേശത്തിന് തയ്യാറായിട്ടുള്ള ആ നിൽപ്പ്, അതാണ് ഇവിടെ പ്രഹസന്നിവ. അങ്ങനെ എന്താണ്? തമുവാച, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഇദം വചഃ. പിന്നെ ഭഗവാൻ പറയാൻ ആരംഭിക്കുകയാണ്. നിരന്തരമായ ഭഗവത് സാന്നിധ്യം അർജുനന് ചെറുപ്പം മുതലേ കിട്ടി. അപ്പോൾ ഇത്രയും കാലം കിട്ടിയിട്ടും അത് പ്രയോജനപ്പെട്ടില്ല, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ അർജുനന് യോഗ്യനായി. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഭഗവാൻ ശരിക്കും അങ്ങ് ഉപദേശിക്കാൻ തന്നെ തുടങ്ങുകയാണ്. ശരി, എന്നാൽ ഇനി ഇവനെ ഉപദേശിച്ച് നന്നാക്കാം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. തം ഉവാച ഋഷികേശഃ പ്രഹസന്നിവ ഭാരത സേനയോർ ഉഭയോർ മധ്യേ വിഷീദന്തം ഇദം വചഃ. ശ്രീഭഗവാനുവാച അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസു നഗതാസുംസ്ഥ നാനുശോചന്തി പണ്ഡിതാഃ. ഇവിടെ മുതലാണ് ഗീത ആരംഭിക്കുന്നത്. ഭഗവത്ഗീത ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചത്. ആത്മവിദ്യയുടെ ഉപദേശം അത് ഇവിടെ മുതൽ ആരംഭിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ഭാഗത്ത്, അവിടെയാണ് ആചാര്യസ്വാമികൾ ആദ്യം തന്റെ പേന എടുത്ത് അവിടെയാണ് ധർമ്മക്ഷേത്രേ ഇതി ഇത്ര എഴുതിയുള്ളൂ. അവിടെ ബാക്കിയൊന്നും അവിടെ അങ്ങോട്ട് പിന്നീട് വരുന്ന ഇതുവരെയുള്ള ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാൻ ഒരുമ്പെട്ടതേയില്ല. ഒരു കാരണം അതിന് ഈ ഭാഗങ്ങളിൽ ഈ ശ്ലോകങ്ങൾ സ്പഷ്ടാർത്ഥമാണ്. എന്നുവെച്ചാൽ ഒരു ജീവന്റെ സാംസാരിക അവസ്ഥയെ വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഈ സാംസാരിക അവസ്ഥ അത് മറ്റൊരാൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതാരും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല, അവന് ബോധ്യമുള്ള കാര്യമാണ്. ഇനി ഇവിടെ നിന്ന് മുന്നിലോട്ട് പോകേണ്ട വഴിയാണ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്പഷ്ടാർത്ഥമാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയാം തന്റെ അവസ്ഥ എന്താണ്, മറ്റൊരാൾ പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് ഈ ശ്ലോകങ്ങളൊന്നും വ്യാഖ്യാനിച്ചില്ല. പക്ഷെ ഇനി വരുന്ന ഭാഗങ്ങൾ അത് ഭഗവാന്റെ ഉപദേശമാണ്. ഇനി സ്വീകരിക്കേണ്ട ഭാഗങ്ങളാണ്, ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഭാഗങ്ങളല്ല. അതുകൊണ്ട് ഇവിടെ മുതൽ വ്യാഖ്യാനിക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു കാര്യം, ഭഗവത്ഗീതയ്ക്ക് ആചാര്യസ്വാമികളുടെ ഭാഷ്യ രചനയ്ക്ക് മുമ്പ് തന്നെ ഭാഷ്യങ്ങളുണ്ടായിരുന്നു. വൃത്തികാരൻ എന്നും മറ്റും അറിയപ്പെടുന്ന ആൾക്കാർ, അതൊന്നും ഇന്ന് ലഭ്യമല്ല.
അവരുടെ വ്യാഖ്യാനങ്ങളിൽ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെ. ഇവിടെ ഒരു ആത്മവിദ്യയുടെ അധികാരിയെക്കുറിച്ച് പറയുകയാണ്, ഒരു ജിജ്ഞാസുവിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അത്തരം കാര്യങ്ങളൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഉപദേശമാണ്, ഇതിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയത്. ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്ന തത്വം, ആ തത്വത്തിന്റെ അധികാരി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പല ആചാര്യന്മാർക്കും പല അഭിപ്രായങ്ങളും വന്നു. നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്റേതായ ആശയം അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി താൻ ഇതാ ഭാഷ്യരചന ആരംഭിക്കുന്നു. അതിവിടെ മുതൽ ആരംഭിക്കുകയാണ്. വിവാദം തുടങ്ങിയ ഭാഗം മുതൽ ആരംഭിക്കുകയാണ്. നമ്മളാദ്യം ഭാഷ്യം ചർച്ച ചെയ്തിട്ട് പിന്നീട് ശ്ലോകത്തിലേക്ക് കിടക്കും. ശ്ലോകം കൂടുതൽ വ്യക്തമാവും. ശാങ്കരഭാഷ്യം ആണ് അടുത്ത് തുടങ്ങുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങളെ ഒറ്റ വാചകത്തിൽ ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. ദൃഷ്ട്വാതു പാണ്ഡവാനേകം ഇത്യാരഭ്യ ന യോസ്യ ഇത് ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ ഇത്യേതദന്തഃ പ്രാണിനാം ശോകമോഹാദി സംസാരബീജ ദോഷോദ്ഭവകാരണപ്രദർശനാർത്ഥത്വേന വ്യാഖ്യായോ ഗ്രന്ഥഃ. ഇതുവരെയുള്ള ഗ്രന്ഥഭാഗം അക്ഷരസമുച്ചയം വ്യാഖ്യേയ എങ്ങനെ വ്യാഖ്യാനിക്കണം? പ്രാണിനാം, പ്രാണി എന്ന് വെച്ചാൽ ജീവന്മാരുടെ ശോകമോഹാദി സംസാരബീജ. സംസാരം എന്ന് പറയുന്നത് ജനന മരണാദികൾ, അതാണ് സംസാരം. ആ സംസാരത്തിന്റെ ബീജം എന്താണ്? ശോകമോഹാദികളാണ്. അതാണ് സംസാര ബീജം. സംസാരം ദുഃഖപൂർണമാണ്. ആ ദുഃഖപൂർണമായിരിക്കുന്ന സംസാരത്തിന്റെ ബീജമായിരിക്കുന്ന എന്താണ്? ശോകമോഹങ്ങളാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ദോഷവും. ആ ദോഷത്തിന്റെ ഉദ്ഭവം, അതിന്റെ മൂലകാരണം എന്ന് പറയുന്ന അജ്ഞാനം. അതാണ് ശോകമോഹാദി സംസാര ബീജ ദോഷ ഉദ്ഭവം. ശോകമോഹാദികളായിരിക്കുന്ന സംസാര ബീജം ആകുന്ന ദോഷം, ആ ദോഷത്തിന്റെ ഉദ്ഭവകാരണം, ഉദ്ഭവത്തിന് ഉത്പത്തിക്ക് കാരണമായിരിക്കുന്നത്. ഉദ്ഭവം എന്ന് പറഞ്ഞാലും കാരണം എന്നർത്ഥമുണ്ട്. ഇവിടെ ആ ഉദ്ഭവത്തിന് കാരണമായിരിക്കുന്നു, ശോകമോഹാദികൾ ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത്. ആ കാരണത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, അതിന് മൂലകാരണമായിരിക്കുന്നത് അഹന്ത, അജ്ഞാനം. പിന്നെ അജ്ഞാനത്തിൽ നിന്നുണ്ടായ അഹന്ത, അഹന്തയിൽ നിന്ന് ശോകമോഹാദികൾ. അതുതന്നെയാണ് വാസ്തവത്തിൽ സംസാരം. ശോകമോഹങ്ങൾ തന്നെയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. സംസാരത്തിൽ മുഖ്യമായി നിൽക്കുന്നത് ജനന മരണമാണ് സംസാരം. ആ ജനന മരണ രൂപത്തിലുള്ള സംസാരത്തിൽ മുഖ്യമായി നിൽക്കുന്ന ശോകമോഹങ്ങളാണ്. അതുകൊണ്ട് ശോകമോഹങ്ങളെ തന്നെ സംസാരം എന്ന് പറയാം. അതിന് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ബീജം എന്ന് പറയുന്നത് എന്താണ്? അഹന്ത, മമത. ഇതാണ്. അതിനും കാരണമായിരിക്കുന്ന എന്താണ്? അജ്ഞാനം. അജ്ഞാനത്തിൽ നിന്ന് അഹന്ത, മമത, അതിൽ നിന്ന് ശോകമോഹങ്ങൾ, ജനന മരണങ്ങൾ. ഇത് സംഭവിക്കുന്നു. ഇതിനെല്ലാം പരമകാരണമായിരിക്കുന്ന അജ്ഞാനമാണ്. ആ കാരണത്തെ പ്രദർശനാർത്ഥത്വേന, അതിനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, അജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, അജ്ഞാനം, അതിൽ നിന്ന് അഹന്ത, അഹന്തയിൽ നിന്ന് ശോകമോഹാദികൾ, ജനന മരണങ്ങൾ, ഇത് കാണിക്കുന്നതിന് വേണ്ടി വ്യാഖ്യേയോ ഗ്രന്ഥഃ. ഈ ഇതുവരെയുള്ള ഭാഗത്ത് ഏതുവരെ? ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ, ദൃഷ്ട്വാതു പാണ്ഡവാനീകം എന്ന് തുടങ്ങി, ന യോസ്യ ഇത് ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ ഇത്യതദന്തഃ. ഇതുവരെയുള്ള ഭാഗം നമ്മൾ വളരെ ദീർഘമായി ചർച്ച ചെയ്ത ഈ ഭാഗങ്ങളെല്ലാം
എന്താണ്? ജീവനെ ബന്ധിപ്പിക്കുന്നത് അജ്ഞാനമാണ്. അജ്ഞാനമാണ് അഹങ്കാരത്തിന് കാരണം, മമതയ്ക്ക് കാരണം. അതിൽ നിന്ന് ശോകമോഹാദികളുണ്ടാകുന്നു. ആ ശോകമോഹാദികളുടെ ജീവന്റെ അനുഭവം തന്നെയാണ് സംസാരം. അത് തന്നെയാണ് ജനന മരണങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതുവരെയുള്ള ഭാഗത്തെ വ്യാഖ്യാനിച്ചോണം. ഈ പറഞ്ഞതിൽ ഇതുവരെയുള്ള ഭാഗങ്ങളുടെ വ്യാഖ്യാനം ആചാര്യസ്വാമികൾ ഒതുക്കി കഴിഞ്ഞു, വ്യക്തമായി എന്നർത്ഥം. അപ്പോൾ സംസാരത്തെ ബോധിപ്പിക്കുന്നതാണ് ഇതുവരെയുള്ള ഭാഗം എന്നർത്ഥം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അടുത്ത് ശ്ലോക വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ ക്രമമായി മനസ്സിലാക്കണം. മൂലകാരണം അജ്ഞാനം, അതാണ് അർജുനന്റെ ദുഃഖത്തിന് കാരണം. അതിൽ നിന്ന് അഹന്തയും മമതയും ഉണ്ടായി, അതും ദുഃഖത്തിന്റെ മറ്റൊരു കാരണമാണ്. ദോഷോദ്ഭവ കാരണം എന്ന് പറഞ്ഞു. ആഹന്ത മമതകളിൽ നിന്ന് ശോകമോഹങ്ങളുണ്ടായി. ശോകമോഹങ്ങൾ എന്ന് പറഞ്ഞ് ബാക്കി എന്തെല്ലാം വികാരങ്ങളുണ്ടോ അതിനെല്ലാം എടുക്കാം. ആ ശോകമോഹങ്ങളോടുകൂടി ഒരു ജീവൻ ജനന മരണങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം നമ്മളടുത്ത് ചർച്ച ചെയ്യും. പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.